നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സായുധ സേനയെ നവീകരിക്കാനായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച 15 ബില്യൺ പൗണ്ടിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി രാജ്യത്ത് വൻ തൊഴിൽ നഷ്ടം ഉണ്ടാക്കുമെന്ന് പഠനം. വൻ തൊഴിൽ നഷ്ടം സൃഷ്ടിക്കുന്നത് കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസന ബജറ്റ് വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം. തൊഴിൽ നഷ്ടം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് ട്രാൻസിഷൻ സെക്യൂരിറ്റി പ്രൊജക്ടിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിൽ. പുതിയ പ്രതിരോധ നിക്ഷേപം വഴി 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെങ്കിലും ഏകദേശം 20,000 തൊഴിലുകൾ മറ്റ് മേഖലകളിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാണ് ഗവേഷകരുടെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത് വഴി 60,000 പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും രാജ്യം സുരക്ഷിതമാക്കുമെന്നും സർക്കാർ. ഇംഗ്ലണ്ടിൽ ആശുപത്രി ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഇനി ആശ്വാസം. അപ്പോയിന്റ്മെന്റുകൾ, ശസ്ത്രക്രിയകൾ, പരിശോധനകൾ എന്നിവയ്ക്ക് കുറഞ്ഞത് 3 ആഴ്ച മുൻപ് അറിയിപ്പ് നൽകാൻ NHS ഇംഗ്ലണ്ട്. പുതിയ നടപടി രോഗികൾക്ക് സമയബന്ധിതമായ വിവരം ലഭിക്കാത്തതും ആശയക്കുഴപ്പം നേരിടേണ്ടി വരുന്നതുമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പുതിയ പേഷ്യന്റ് എക്സ്പീരിയൻസ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം രോഗിയുടെ റഫറൽ സ്വീകരിച്ചതായി ഉടൻ അറിയിക്കുകയും ചികിത്സയ്ക്കായുള്ള കാത്തിരിപ്പ് കാലയളവിൽ തുടർച്ചയായ വിവരങ്ങൾ നൽകുകയും ചെയ്യും. കുറ്റകൃത്യങ്ങളുടെ ഗൗരവം പരിഗണിക്കാതെ എല്ലാ വിദേശ കുറ്റവാളികളെയും ശിക്ഷാ കാലാവധി തീരുന്ന മുറയ്ക്ക് സ്വന്തം നാടുകളിലേക്ക് നാടുകടത്താനുള്ള പുതിയ പദ്ധതിയുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നാടുകടത്തുന്നതിനായി പരിഗണിക്കാറുള്ളത് 1 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിച്ച വിദേശ കുറ്റവാളികളെ മാത്രം. എല്ലാ വിദേശ കുറ്റവാളികളെയും നാടുകടത്തലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിയമം വിപുലീകരിക്കാനാണ് ഹോം സെക്രട്ടറി ശ്രമിക്കുന്നത് എന്ന് സൂചന. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മെക്സിക്കോക്കെതിരെയുള്ള ഇംഗ്ലണ്ടിന്റെ നിർണായക മത്സരം തിങ്കളാഴ്ച. മത്സരം പ്രമാണിച്ച് പബ്ബുകൾ തിങ്കളാഴ്ച പുലർച്ചെ 5 മണി വരെ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ച് UK ഗവൺമെന്റ്. ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന മത്സരത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ടിൽ മെക്സിക്കോയുമായുള്ള നിർണായക മത്സരം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക്. കടുത്ത വിമർശനവുമായി രംഗത്തെത്തി UK പോലീസ്. ഗവൺമെന്റിന്റെ അപ്രതീക്ഷിതവും വൈകിയുള്ളതുമായ പ്രഖ്യാപനം പോലീസിംഗിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് UK പോലീസ് വക്താവ്. സമാധാന പരിപാലനത്തിനായി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുമെന്ന് കുറ്റപ്പെടുത്തിയ നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ തീരുമാനത്തെ വലിയ ആവേശത്തോടെ സ്വാഗതം ചെയ്ത് UKയിലെ പബ്, ഹോസ്പിറ്റാലിറ്റി, വ്യവസായ മേഖലകൾ. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനെതിരെ പരിഹാസവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംസ്കാര ചടങ്ങുകൾക്കായി US ഇറാന് ഒരാഴ്ചത്തെ ഇടവേള നൽകിയെന്നും ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും ട്രംപ്. ഇറാന്റെ ആത്മവിശ്വാസം US തകർത്തു എന്നും കരാറിലെത്താനായി അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപിന്റെ വാദം. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കലുഷിതമായി തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയെന്ന് റിപ്പോർട്ട്. വെള്ളിയാഴ്ച നടന്ന ഈ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇരുവരും ഉടൻ തന്നെ നേരിൽ കാണാൻ തീരുമാനിച്ചതായി സൂചന. ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തത് ഇറാൻ, ലബനൻ എന്നിവിടങ്ങളിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും വെടിനിർത്തൽ സാധ്യതകളും. അയോധ്യ രാമക്ഷേത്രത്തിന് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവന കൊള്ള വിവാദം. ക്ഷേത്രത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന ആരോപണം ശക്തമായതോടെ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട ക്ഷേത്ര സമിതി. ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവനയായി ലഭിച്ച പണം അപഹരിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയത് ഭൈരവ് സേന എന്ന സംഘടന. ചില CCTV ദൃശ്യങ്ങൾ സഹിതം സാമൂഹിക മാധ്യമങ്ങളിലും സമാന ആരോപണങ്ങൾ ഉയർന്നു എന്ന് റിപ്പോർട്ട്. അയോധ്യയിലെ ക്ഷേത്ര സംഭാവന കൊള്ളയിൽ ഉൾപ്പെട്ടവരെ പരസ്യമായി തള്ളി രംഗത്തെത്തി RSS. സംഭാവന കൊള്ളയിൽ ഉൾപ്പെട്ടവരെ RSS തള്ളിയതോടെ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ കടുപ്പിക്കുമെന്ന് ഉറപ്പായി. ആരോപണമുയർന്ന ദിവസങ്ങൾക്കകം പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തുടക്കം മുതൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് യോഗി ആദിത്യനാഥ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നടപടികളോടുള്ള യോഗിയുടെ വിയോജിപ്പ് ഈ നീക്കങ്ങളിൽ വ്യക്തമെന്ന് അഭ്യൂഹം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സെബി നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റം നടത്താൻ അദാനിക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ്. നടപടികളിൽ ദുരൂഹതയുണ്ടെന്ന ശക്തമായ ആരോപണം ഉന്നയിച്ച് പിണറായി വിജയൻ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ആലോചിച്ചുറപ്പിച്ച കച്ചവടം പോലെയാണ് സർക്കാർ കാണുന്നതെന്ന് പിണറായിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയാതെ പറയുന്നതെന്നും വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ശക്തമായ ആരോപണം. വാർത്തകൾ വിശദമായി. സായുധ സേനയെ നവീകരിക്കാനായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച 15 ബില്യൺ പൗണ്ടിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി രാജ്യത്ത് വൻ തൊഴിൽ നഷ്ടം ഉണ്ടാക്കുമെന്ന് പഠനം. കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസന ബജറ്റ് വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് വൻ തൊഴിൽ നഷ്ടം സൃഷ്ടിക്കുന്നത്. ട്രാൻസിഷൻ സെക്യൂരിറ്റി പ്രൊജക്ടിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിലാണ് തൊഴിൽ നഷ്ടം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. സായുധ സേനയെ നവീകരിക്കാനായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച 15 ബില്യൺ പൗണ്ടിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി രാജ്യത്ത് വൻ തൊഴിൽ നഷ്ടം ഉണ്ടാക്കുമെന്ന് ട്രാൻസിഷൻ സെക്യൂരിറ്റി പ്രൊജക്ടിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിൽ റിപ്പോർട്ട്.
പുതിയ പ്രതിരോധ നിക്ഷേപം വഴി 2029-2030 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെങ്കിലും പ്രതിരോധ മേഖലയെ പോഷിപ്പിക്കാൻ മറ്റു വകുപ്പുകളിൽ നിന്ന് പണം മാറ്റുന്നത് വഴി ഏകദേശം 20,000 തൊഴിലുകൾ മറ്റു മേഖലകളിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ഊർജ്ജ ഗതാഗത വകുപ്പുകളിൽ നിന്ന് 2 ബില്യൺ പൗണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് വഴി 20,000-നടുത്ത് തൊഴിലുകൾ ഇല്ലാതാകും. മൊത്തത്തിൽ ഇത് UK-ക്ക് 10,000 തൊഴിലുകളുടെ അറ്റ നഷ്ടമുണ്ടാക്കും. ഗതാഗത മേഖലയിൽ ചെലവഴിക്കുന്ന ഓരോ മില്യൺ പൗണ്ടും 11.5 തൊഴിലുകളും ഊർജ്ജ മേഖലയിൽ അത് 10 തൊഴിലുകളും സൃഷ്ടിക്കുമ്പോൾ പ്രതിരോധ മേഖലയിൽ ഇത് വെറും 2.4 തൊഴിലുകൾ മാത്രമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ പൊതുമേഖലകളിലാണ് ഇതിലും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളത്. UK-യുടെ പ്രതിരോധ കരാറുകൾ പലതും അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. ഉദാഹരണത്തിന് 2 ബില്യൺ പൗണ്ട് ചെലവഴിച്ച് തുക വാങ്ങുന്ന ആണവ ബോംബുകൾ വഹിക്കുന്ന പുതിയ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് US-ലാണ്. ഇത് UK-ക്ക് പകരം വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ കൂടാൻ കാരണമാകുന്നു. ആധുനിക പ്രതിരോധ ഉൽപാദനം വലിയ തോതിൽ സ്വയംഭരണ ആയുധങ്ങളിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിൽ ഇനി കുറഞ്ഞ തൊഴിലാളികൾ മാത്രമേ ആവശ്യമായി വരൂ. പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത് വഴി 60,000 പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും രാജ്യം സുരക്ഷിതമാക്കുമെന്നും സർക്കാർ അവകാശപ്പെടുമ്പോഴും വികസന പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നത് സാധാരണക്കാരുടെ തൊഴിൽ ഇല്ലാതാക്കുമെന്നാണ് ഈ പഠനം മുന്നറിയിപ്പ് നൽകുന്നത്. ഇംഗ്ലണ്ടിൽ ആശുപത്രി ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഇനി അപ്പോയിന്റ്മെന്റുകൾ, ശസ്ത്രക്രിയകൾ, പരിശോധനകൾ എന്നിവയ്ക്ക് കുറഞ്ഞത് 3 ആഴ്ച മുൻപ് അറിയിപ്പ് നൽകാൻ NHS ഇംഗ്ലണ്ട്. രോഗികൾക്ക് സമയബന്ധിതമായി വിവരം ലഭിക്കാത്തതും ആശയക്കുഴപ്പം നേരിടേണ്ടി വരുന്നതുമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടികൾ. രോഗി സേവനം മെച്ചപ്പെടുത്താൻ പുതിയ മാനദണ്ഡങ്ങളുമായി NHS രംഗത്ത്. ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഇനി അപ്പോയിന്റ്മെന്റുകൾ, ശസ്ത്രക്രിയകൾ, പരിശോധനകൾ എന്നിവയ്ക്ക് കുറഞ്ഞത് 3 ആഴ്ച മുൻപ് അറിയിപ്പ് നൽകാനാണ് തീരുമാനം. പുതിയ പേഷ്യന്റ് എക്സ്പീരിയൻസ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം രോഗിയുടെ റഫറൽ സ്വീകരിച്ചതായി ഉടൻ അറിയിക്കുകയും ചികിത്സയ്ക്കായുള്ള കാത്തിരിപ്പ് കാലയളവിൽ തുടർച്ചയായി വിവരങ്ങൾ നൽകുകയും ചെയ്യും. NHS ആപ്പ്, നിർദ്ദേശങ്ങൾ, കത്തുകൾ എന്നിവ വഴിയാണ് വിവരങ്ങൾ കൈമാറുക. ചില രോഗികൾക്ക് അപ്പോയിന്റ്മെന്റ് തീയതി കഴിഞ്ഞ ശേഷമാണ് അറിയിപ്പ് ലഭിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിലവിൽ 60 ലക്ഷത്തിലധികം പേർ വിവിധ ആശുപത്രി ചികിത്സയ്ക്കായി കാത്തിരിക്കുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. രോഗികൾക്ക് കൂടുതൽ വ്യക്തതയും വിശ്വാസവും നൽകുന്നതിനൊപ്പം ആരോഗ്യ സേവനങ്ങളെ കൂടുതൽ ആധുനികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതെന്ന് NHS ഇംഗ്ലണ്ട് വ്യക്തമാക്കി. രോഗി കേന്ദ്രീകൃത സേവനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് ഹെൽത്ത് വാച്ച് ഇംഗ്ലണ്ടും പ്രതികരിച്ചു. കുറ്റകൃത്യങ്ങളുടെ ഗൗരവം പരിഗണിക്കാതെ എല്ലാ വിദേശ കുറ്റവാളികളെയും ശിക്ഷാ കാലാവധി തീരുന്ന മുറയ്ക്ക് സ്വന്തം നാടുകളിലേക്ക് നാടുകടത്താനുള്ള പുതിയ പദ്ധതിയുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് 1 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിച്ച വിദേശ കുറ്റവാളികളെ മാത്രമാണ് നാടുകടത്തുന്നതിനായി പരിഗണിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ എല്ലാ വിദേശ കുറ്റവാളികളെയും നാടുകടത്തലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിയമം വിപുലീകരിക്കാനാണ് ഹോം സെക്രട്ടറി ശ്രമിക്കുന്നത്. UK-യിൽ എല്ലാ വിദേശ കുറ്റവാളികളെയും നാടുകടത്തലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിയമം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കുറ്റകൃത്യങ്ങളുടെ ഗൗരവം പരിഗണിക്കാതെ എല്ലാ വിദേശ കുറ്റവാളികളെയും ശിക്ഷാ കാലാവധി തീരുന്ന മുറയ്ക്ക് സ്വന്തം നാടുകളിലേക്ക് നാടുകടത്താനുള്ള പുതിയ പദ്ധതിയുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കുറ്റവാളിയെയോ അയാളുടെ കുടുംബത്തിലെ ഒരംഗത്തെയോ നാടുകടത്തൽ വഴി ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതം അമിതമായി ബാധിക്കാത്ത സാഹചര്യത്തിൽ അവരെ നാടുകടത്താൻ കോടതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറ്റകൃത്യത്തിന് ഗൗരവമേറും തോറും കുറ്റവാളിയെ നാടുകടത്തുന്നത് പൊതുജന താൽപര്യത്തിന് കൂടുതൽ അനുകൂലമാകുമെന്നും ബില്ലിൽ പറയുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ പ്രതികളായവർക്ക് അഭയം നൽകിയതായി കഴിഞ്ഞ നവംബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മെക്സിക്കോക്കെതിരെയുള്ള ഇംഗ്ലണ്ടിന്റെ നിർണായക മത്സരം തിങ്കളാഴ്ച നടക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന മത്സരത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ഇംഗ്ലണ്ടിൽ തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്കാണ് മെക്സിക്കോയുമായുള്ള നിർണായക മത്സരം ആരംഭിക്കുന്നത്. മത്സരം പ്രമാണിച്ച് പബ്ബുകൾ തിങ്കളാഴ്ച പുലർച്ചെ 5 മണിവരെ തുറന്നു പ്രവർത്തിക്കാൻ UK ഗവൺമെന്റ് തീരുമാനിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക് ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മെക്സിക്കോക്കെതിരെയുള്ള ഇംഗ്ലണ്ടിന്റെ നിർണായക മത്സരം കാണാൻ പബ്ബുകൾക്ക് തിങ്കളാഴ്ച പുലർച്ചെ 5 മണിവരെ തുറന്നു പ്രവർത്തിക്കാൻ UK ഗവൺമെന്റ് അംഗീകാരം നൽകി. എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനവുമായി UK പോലീസ് രംഗത്തെത്തി. ഗവൺമെന്റിന്റെ അപ്രതീക്ഷിതവും വൈകിയുള്ളതുമായ പ്രഖ്യാപനം പോലീസിംഗിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് UK പോലീസ് വക്താവ് പറഞ്ഞു. സമാധാന പരിപാലനത്തിനായി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുമെന്നും നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ കുറ്റപ്പെടുത്തി. മത്സരം അവസാനിക്കാൻ കുറഞ്ഞത് പുലർച്ചെ 3 മണിയെങ്കിലും ആകും. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയാണെങ്കിൽ സമയം വീണ്ടും വൈകും. ഇതേ തുടർന്നാണ് പബ്ബുകൾക്ക് പുലർച്ചെ 5 മണിവരെ തുറക്കാനുള്ള പ്രത്യേക അനുമതി പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ നൽകിയത്. എന്നാൽ ടൂർണമെന്റിൽ ഇംഗ്ലണ്ടിലെ മത്സരക്രമങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായിരുന്നിട്ടും അവസാന നിമിഷം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് പോലീസിന്റെ മറ്റു ചുമതലകളെ ബാധിക്കുമെന്ന് LPCC ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം വലിയ മത്സരങ്ങൾക്ക് പിന്നാലെ മദ്യപാനം മൂലമുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കാറുണ്ടെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു.
അതേസമയം ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ യുകെയിലെ പബ്, ഹോസ്പിറ്റാലിറ്റി, വ്യവസായ മേഖലകൾ വലിയ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത്. യുകെയിൽ 8 ദിവസത്തെ ഉഷ്ണതരംഗ അലർട്ട് പ്രഖ്യാപിച്ച് യുകെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. താപനില 32 സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നതോടെയാണ് ആരോഗ്യ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉഷ്ണതരംഗത്തിനുള്ള മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ വരുന്ന ആഴ്ചയിൽ ജീവൻ അപകടത്തിലാകാനുള്ള ചൂടിന്റെ സാധ്യതയാണ് ഉയരുന്നത്. സദേൺ ഈസ്റ്റേൺ ഇംഗ്ലണ്ടിലും ഈസ്റ്റ് മിഡ്ലാൻഡ്സിലും അടുത്ത ശനിയാഴ്ച വരെ മുന്നറിയിപ്പ് നിലവിലുണ്ട്. വെസ്റ്റ് മിഡ്ലാൻഡ്സിലും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുകെയിൽ താപനില 32 സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നതോടെ 8 ദിവസത്തെ ഉഷ്ണതരംഗ അലർട്ട് പ്രഖ്യാപിച്ച് യുകെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. ഇതിനിടെ വെള്ളത്തിന്റെ പാഴ്ചൽ ഒഴിവാക്കാനായി സദേൺ വാട്ടർ ഹോസ് പൈപ്പ് നിരോധനം ഏർപ്പെടുത്തി. ഹാംപ്ഷയറിലും ഐൽ ഓഫ് വൈറ്റിലുമാണ് നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത്. തുടർച്ചയായ 2ാം വർഷമാണ് ഈ വിലക്ക്. ജൂലൈ 10 മുതലാണ് വിലക്കുകൾ നിലവിൽ വരികയെങ്കിലും ജനങ്ങൾ ഹോസ് പൈപ്പുകൾ ഉപയോഗിക്കാതെ കൂടുതൽ സമ്മർദ്ദം ഒഴിവാക്കണമെന്ന് സദേൺ വാട്ടർ ആവശ്യപ്പെട്ടു. കെന്റിൽ സൗത്ത് ഈസ്റ്റ് വാട്ടറും സമാനമായ വിലക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഹാംപ്ഷയറിലും സസെക്സിലുമുള്ള ജനങ്ങൾ വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് നിർദ്ദേശം. ഈസ്റ്റേൺ ഇംഗ്ലണ്ടിൽ സേവനം നൽകുന്ന ആംഗ്ലിക്കൻ വാട്ടറും വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെക്കോർഡ് ചൂട് നേരിട്ട ജൂണിന് ശേഷമാണ് ഈ നിയന്ത്രണങ്ങൾ അനിവാര്യമായി മാറിയത്. 2022 രേഖപ്പെടുത്തിയ 40.3 ഡിഗ്രി സെൽഷ്യസ് എന്ന രാജ്യത്തെ എക്കാലത്തെയും ഉയർന്ന താപനിലയെ മറികടക്കില്ല എങ്കിലും ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇംഗ്ലണ്ടിൽ 36.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജൂൺ മാസത്തിലെ റെക്കോർഡ് താപനിലയും ഭേദിച്ചിരുന്നു. ജൂലൈ മാസത്തുടനീളം സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുമെന്നാണ് ദീർഘകാല പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും മൊത്തത്തിൽ ചൂടും തെളിഞ്ഞ കാലാവസ്ഥയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോൾ അതിശക്തമായ ഉഷ്ണതരംഗത്തെ നേരിടുന്നതിനിടെ ബ്രിട്ടനിലും വീണ്ടും ചൂട് ശക്തമാകുമെന്ന സൂചന അധികൃതരെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനെതിരെ പരിഹാസവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംസ്കാര ചടങ്ങുകൾക്കായി US ഇറാന് ഒരാഴ്ചത്തെ ഇടവേള നൽകിയെന്നും ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മൗണ്ട് റഷ്മോറിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ സംസ്കാര ചടങ്ങുകൾക്കായി US ഇറാൻ ഒരാഴ്ചത്തെ ഇടവേള നൽകിയെന്നും ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും ഇറാനെതിരെ പരിഹാസവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനുമായുള്ള സംഘർഷത്തെ പരാമർശിച്ച ട്രംപ് ഇറാനെതിരെ തങ്ങൾ സ്വീകരിച്ച സൈനിക നടപടികളെ പറ്റിയും വ്യക്തമാക്കി. ഞങ്ങൾ ഇറാന്റെ ആത്മവിശ്വാസം തകർത്തു. കരാറിലെത്താനായി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഞങ്ങൾ അവർക്ക് ഒരാഴ്ചത്തെ ഇടവേള നൽകി. കാരണം ഞങ്ങൾ വളരെ നല്ലവരാണ് എന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവന വലിയ കയ്യടിയോടെയാണ് ജനം സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കലുഷിതമായി തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തി. വെള്ളിയാഴ്ച നടന്ന ഈ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇരുവരും ഉടൻ തന്നെ നേരിൽ കാണാൻ തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇറാൻ, ലെബനൻ എന്നിവിടങ്ങളിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും വെടിനിർത്തൽ സാധ്യതകളുമാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തത്. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കലുഷിതമായി തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വെള്ളിയാഴ്ച ഇറാൻ, ലെബനൻ എന്നിവിടങ്ങളിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും വെടിനിർത്തൽ സാധ്യതകളെ കുറിച്ചും ഫോൺ സംഭാഷണം നടത്തിയെന്ന് റിപ്പോർട്ട്. ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളെ കുറിച്ചും ഇരുവരും സംസാരിച്ചതായാണ് വിവരം. സമീപകാലത്ത് ഇരു നേതാക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. ലെബനനിലെ സൈനിക നീക്കങ്ങൾ പരിമിതപ്പെടുത്താനും ഇറാനുമായി നയതന്ത്ര തലത്തിൽ ഒരു ധാരണയിലെത്താനുമാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഇതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളോട് നെതന്യാഹുവിന് കടുത്ത വിയോജിപ്പുണ്ട്. സൈനിക സമ്മർദ്ദം ശക്തമാക്കി ഇറാന്റെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം ശക്തമായി തുടരുന്നുണ്ട്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സമവായത്തിലെത്തുക എന്നത് നിർണായകമാണ്. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ യുദ്ധത്തിന്റെ ഭാവിയെ സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ഇറാനും ലെബനനുമെതിരെയുള്ള ഇസ്രായേലിന്റെ ഭാവി സൈനിക നീക്കങ്ങളെ ഈ കൂടിക്കാഴ്ച എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങൾ രാഷ്ട്രീയ നിരപേക്ഷമായ ദേശീയ ആഘോഷമാക്കുന്നതിന് പകരം സ്വന്തം രാഷ്ട്രീയ, വ്യക്തിപര, സാമ്പത്തിക താൽപര്യങ്ങൾക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചെന്ന ഗുരുതര ആരോപണവുമായി US ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ.
ഹൗസ് നാച്ചുറൽ റിസോഴ്സസ് കമ്മിറ്റിയിലെ മുതിർന്ന ഡെമോക്രാറ്റിക് ജാരഡ് ഹഫ്മാൻ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങൾ സ്വന്തം രാഷ്ട്രീയ വ്യക്തിപര സാമ്പത്തിക താൽപര്യങ്ങൾക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചെന്ന ഗുരുതര ആരോപണവുമായി US ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ. From vanity to insanity, how the White House cheated the American people out of their 25th birthday എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് വിസിൽ ബ്ലോവർ മൊഴികൾ, ആഭ്യന്തര രേഖകൾ, രഹസ്യ വിവരങ്ങൾ, ഹിയറിംഗ് രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയതെന്ന് ലക്ഷ്യമിട്ടത്. എന്നാൽ കമ്മീഷൻ വൈറ്റ് ഹൌസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇരുന്നതിനെ തുടർന്ന് ഫ്രീഡം 250 LLC എന്ന പുതിയ സംവിധാനത്തിലേക്ക് പ്രധാന ആഘോഷങ്ങളുടെ ചുമതല മാറ്റിയെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം. ദേശീയ ആഘോഷങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന വൈറ്റ് ഹൌസ് ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാനായി ട്രംപ് സ്വയം നിയമിച്ചിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2025 ജൂൺ 14 ട്രംപിന്റെ ജന്മദിനത്തിൽ നടന്ന സൈന്യത്തിന്റെ 250ാം വാർഷിക പരേഡ്, 2026 ജൂൺ 14 വൈറ്റ് ഹൌസ് പരിസരത്ത് സംഘടിപ്പിച്ച UFC മത്സരം, 250 അടി ഉയരമുള്ള സ്മാരക കവാടം നിർമ്മിക്കാനുള്ള നിർദ്ദേശം എന്നിവ ട്രംപിനെ വ്യക്തിപരമായി ഉയർത്തിക്കാട്ടുന്ന പരിപാടികളായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് IOC UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുതുയുഗ സംഗമം 2026 ഫാമിലി മീറ്റ് ഓൾഹാമിലെ ഉമ്മൻചാണ്ടി സ്മൃതി നഗറിൽ വിപുലമായ പങ്കാളിത്തത്തോടെ നടന്നു. ചടങ്ങ് ഡോക്ടർ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തിന്റെ ഐക്യവും സാമൂഹിക പ്രതിബദ്ധതയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ ഇത്തരം കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഉദ്ഘാടക പ്രസംഗത്തിൽ ഡോക്ടർ മറിയ ഉമ്മൻ പറഞ്ഞു. കുടുംബ ബന്ധങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ ഊന്നൽ നൽകുന്ന വേദിയായി പുതുയുഗ സംഗമം 2026 മാറിയെന്നും അവർ അഭിപ്രായപ്പെട്ടു. IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. IOC UK കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ റോമി കുര്യാക്കോസ് സംഘടനയുടെ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും അവതരിപ്പിച്ചു. ഓൾഹാം യൂണിറ്റ് പ്രസിഡന്റ് പുഷ്പരാജൻ സ്വാഗതം ആശംസിച്ചു. കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അജിത് വെൺമണി, സെക്രട്ടറി ബോബിൻ ഫിലിപ്പ്, നിർവാഹക സമിതി അംഗം ഷോബിൻ സാം, IOC UK നേതാക്കന്മാരായ സാബു ജോർജ്, ജോർജ് ജോസഫ്, സാജു മണക്കുഴി, സണ്ണിമോൻ മത്തായി, ഷാജി വരകുടി എന്നിവർ വിവിധ നേതാക്കൾ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ചരിത്ര വിജയത്തിന്റെ ആഘോഷവും പൊതുസമ്മേളനവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെ നേതൃത്വത്തിൽ വനിതാ യൂത്ത് വിങ്ങുകളുടെ രൂപീകരണവും പ്രഖ്യാപിച്ചു. IOC UK ലെസ്റ്റർ യൂണിറ്റ് പ്രസിഡന്റ് ജഗൻ പടച്ചിറയുടെ പുത്രിയും 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ നേഹാൾ ജഗൻ ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി വരച്ച ചിത്രം വേദിയിൽ അനാച്ഛാദനം ചെയ്തു. മിഡ്ലാൻഡ്സ് മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഭാരവാഹികൾ, പ്രവർത്തകർ, വനിതാ യുവജന പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രവാസി മലയാളികളുടെ ഐക്യവും സംഘടനാ കരുത്തും വിളിച്ചോതിയ ശ്രദ്ധേയമായ കുടുംബ സംഗമമായാണ് പുതുയുഗ സംഗമം 2026 സമാപിച്ചത്. കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള സ്നേഹവിരുന്നും സംഘാടകർ ഒരുക്കിയിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.11 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.21 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.87 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.05 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യ രാമക്ഷേത്രത്തിന് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് ക്ഷേത്രത്തിലും സംഭാവനക്കൊള്ള വിവാദം. ക്ഷേത്രത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന ആരോപണം ശക്തമായതോടെ ക്ഷേത്ര സമിതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഭൈരവ് സേന എന്ന സംഘടനയാണ് അയോധ്യ രാമക്ഷേത്രത്തിന് പിന്നാലെ ബദ്രീനാഥ് ക്ഷേത്രത്തിലും സംഭാവനയായി ലഭിച്ച പണം അപഹരിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. ചില CCTV ദൃശ്യങ്ങൾ സഹിതം സാമൂഹിക മാധ്യമങ്ങളിലും സമാന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെയാണ് ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്ര സമിതി വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. ഇതിനായി പ്രത്യേക അന്വേഷണ സമിതിയെയും നിയോഗിച്ചു. അന്വേഷണ സമിതി ആരോപണ വിധേയരായ ജീവനക്കാരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കും. അതേസമയം സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ജീവനക്കാരൻ തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അല്ല എന്ന് BKDC അധ്യക്ഷൻ ഹേമന്ത് ദ്വിവേദി പ്രതികരിച്ചു. ആരോപണ വിധേയനായ ജീവനക്കാരൻ ക്ഷേത്രത്തിലെ സർക്കാർ ജീവനക്കാരനാണ്. ഇയാൾ നേരത്തെ ഉണ്ടായിരുന്ന 3 അധ്യക്ഷന്മാരുടെ പേഴ്സണൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ഏതെങ്കിലും ജീവനക്കാരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഹേമന്ത് ദ്വിവേദി പറഞ്ഞു. അയോധ്യയിലെ ക്ഷേത്ര സംഭാവന കൊള്ളയിൽ ഉൾപ്പെട്ടവരെ പരസ്യമായി തള്ളി RSS രംഗത്തെത്തിയതോടെ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ കടുപ്പിക്കുമെന്ന് ഉറപ്പായി. ആരോപണമുയർന്ന ദിവസങ്ങൾക്കകം പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടക്കം മുതൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്.
ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നടപടികളോടുള്ള യോഗിയുടെ വിയോജിപ്പ് ഈ നീക്കങ്ങളിൽ വ്യക്തമായിരുന്നു. അയോധ്യയിലെ ക്ഷേത്ര സംഭാവന കൊള്ളയിൽ ഉൾപ്പെട്ടവരെ പരസ്യമായി തള്ളി RSS രംഗത്തെത്തിയതോടെ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുമായി ഏറെ അടുപ്പമുള്ളവരാണ് ട്രസ്റ്റിലുള്ളത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രാജ്യാന്തര വൈസ് പ്രസിഡന്റായ ചമ്പത് റായ് ആയിരുന്നു ജനറൽ സെക്രട്ടറി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ മുഖ്യ യജമാനന്റെ ചുമതലയുണ്ടായിരുന്നത് ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിലുള്ള ശീതയുദ്ധത്തിന് തുടർച്ചയായാണ് നിലവിലെ സംഭവങ്ങളെന്ന് കരുതുന്നവർ ഏറെയാണ്. ക്ഷേത്രകാര്യങ്ങളിലും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും ആദിത്യനാഥിന്റെ അഭിപ്രായങ്ങൾ മാനിക്കാതെയായിരുന്നു പ്രധാനമന്ത്രി നീങ്ങിയിരുന്നത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ട്രസ്റ്റ് രൂപീകരിച്ചതു മുതൽ ഉത്തർപ്രദേശ് സർക്കാരിന് കാര്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി മോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ നൃപേന്ദ്ര മിശ്രയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ ചുമതലക്കാരൻ. ക്ഷേത്രത്തിന്റെ നിലവിലെ ഭരണ സംവിധാനങ്ങളും 1000-ലേറെ ജീവനക്കാരുടെ നിയമനങ്ങളുമെല്ലാം നടത്തിയതും ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലായിരുന്നു. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആരോപണങ്ങൾ ഈ സമയത്ത് പുറത്തുവരുന്നത് ഗുണകരമാവില്ല എന്ന് BJPക്കും സംഘപരിവാറിനും അറിയാം. എന്നിട്ടും നൃപേന്ദ്ര മിശ്ര ഉൾപ്പെടെയുള്ളവർ സംഭാവന കൊള്ളയെക്കുറിച്ച് തുറന്നു പറയാൻ ഈ സമയം തിരഞ്ഞെടുത്തത് യോഗിയെ പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ടാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രധാനമന്ത്രിയുമായി അടുപ്പമുള്ളവർ ഉൾപ്പെടെ കുറ്റക്കാരായവരെ എല്ലാം പൂട്ടാനാണ് യോഗി മറുനീക്കം നടത്തുന്നത്. പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താനും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനും മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വെള്ളം ചേർക്കാനും രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് അയച്ച കത്തിൽ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള ഗുരുതര ആരോപണം ഉയർത്തി പ്രതിപക്ഷ പാർട്ടികൾ. ജനാഭിലാഷമല്ല രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നത്. മറ്റെല്ലാം പരാജയപ്പെടുമ്പോൾ ജനം കോടതിയിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. പരമാധികാര രാജ്യം തകർന്നതിന്റെ ലക്ഷണമാണ് കോടതിയുടെ നിശബ്ദത. ED, CBI, NIA എന്നീ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ ഉപകരണങ്ങളായി മാറി. പ്രതിപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്യാനും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാനുമാണ് ഇത്തരം ഏജൻസികൾ. അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷത്തെ മാത്രം നോട്ടമിട്ടു നീങ്ങുന്നത് കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജൂൺ 28-ന് ചീഫ് ജസ്റ്റിസിന് നൽകിയ കത്ത് കോൺഗ്രസ് ഇന്നലെ പരസ്യമാക്കി. 2027 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന SIR താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുന്നതായും കത്തിൽ പറയുന്നു. വോട്ടിംഗ് യന്ത്രം വഴിയുള്ള തിരഞ്ഞെടുപ്പിലെ ആശങ്ക പങ്കിടുന്ന പ്രതിപക്ഷ നേതാക്കൾ ബാലറ്റ് വഴിയുള്ള വോട്ടിംഗ് സമ്പ്രദായത്തിലേക്ക് മടങ്ങണമെന്ന ആവശ്യവും ഉന്നയിച്ചു. എന്നാൽ കത്ത് ഗൂഢാലോചന ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് BJPയും രംഗത്തെത്തി. ഇന്ത്യൻ ജനാധിപത്യത്തെ കരിവാരിത്തേക്കാനുള്ള ഗൂഢാലോചനയാണ് പ്രതിപക്ഷം ചീഫ് ജസ്റ്റിസിന് എഴുതിയ കത്തെന്നും BJP വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചും SIR-നെ കുറിച്ചും തെറ്റായ വിവരങ്ങളാണ് എഴുതി നൽകിയത്. SIR നിയമപരമാണെന്ന് കോടതികൾ തന്നെ അംഗീകരിച്ചതാണ്. ഇത് മുൻപും സർക്കാരുകൾ നടത്തിയിട്ടുള്ളതുമാണ്. വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പോലും പ്രതിപക്ഷം പരാജയമാണെന്നും BJP വിമർശിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സെബി നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റം നടത്താൻ അദാനിക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ഇതിലെല്ലാം ദുരൂഹതയുണ്ടെന്നും പറഞ്ഞു. ഇത് ആലോചിച്ചുറപ്പിച്ച കച്ചവടം പോലെയാണ് കാണുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സെബി നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന ആക്ഷേപം ഉയർത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത്. കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയാതെ പറയുന്നതെന്നും വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നീക്കത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദാനിയുടെ വക്താവാകുന്നതിന് പകരം സർക്കാർ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റം സുതാര്യമായിരിക്കണമെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികളെ അറിയിക്കണമെന്നുമാണ് സെബിയുടെ നിർദ്ദേശം. എന്നാൽ ഓഹരി കൈമാറ്റം സെബിയെ പോലും അറിയിച്ചിട്ടില്ല. സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും കത്തയച്ചു. സർക്കാർ ഈ കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കാത്തത് കൊണ്ടാണ് കത്തയച്ചതെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു. 25% മുകളിൽ ഓഹരി കൈമാറണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരി കൈമാറ്റം കഴിയില്ല. സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡം പാലിച്ചല്ല. ദേശീയ സുരക്ഷയും പൊതു താൽപര്യവും മാനിച്ചുകൊണ്ട് മാത്രമേ അനുമതി നൽകാവൂ എന്നാണ് കരാറിലുള്ളത്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച അപേക്ഷയിൽ വിശദീകരണം തേടണമെന്നും ഇതിൽ മേൽ നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പോക്കി മുഖ്യന്റെ അഭിനയങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പ്രതിനായകന്റെ കപടമുഖം ഇനിയാണ് മറനീക്കി പുറത്തുവരാൻ തുടങ്ങുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഭരണം RSSനെ പണയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ പൊതുമുതൽ അദാനിക്ക് തീരെഴുതാനുള്ള എല്ലാ ഇടപാടുകളും നടന്നു കഴിഞ്ഞുവെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു.
മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി CPM ജില്ലാ സെക്രട്ടറി കെ രാകേഷ് രംഗത്ത് വന്നു. പൊതുമുതൽ അദാനിക്ക് തീരെഴുതാനുള്ള എല്ലാ ഇടപാടുകളും നടന്നു കഴിഞ്ഞുവെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ദിവ്യയെ സൈരെ മാറ്റാൻ അദാനി നീക്കം നടത്തിയിരുന്നുവെന്നും സതീശൻ അധികാരത്തിലെത്തിയതോടെ ദിവ്യയെ രാമാനം മാറ്റിയെന്നും രാകേഷ് കുറിച്ചു. ചാർട്ടേഡ് വിമാനത്തിൽ വി ഡി സതീശൻ മാംഗ്ലൂരിൽ നിന്ന് പോയി അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം ഓരോന്നായി പുറത്തുവരാൻ തുടങ്ങിയിരിക്കുന്നു. വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദൃച്ഛികമല്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പും ഏറ്റെടുത്ത കേരള ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. മാത്രമല്ല, സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമാക്കി മണിക്കൂറുകൾക്കകം നിയമിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ദിവ്യ എസ് അയ്യരെ രാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത പുതിയൊരാൾ. വി ഡി സതീശന്റെ മനസ്സിലുള്ള പദ്ധതി എംപവേർഡ് കമ്പനിയിലൂടെ നടപ്പാക്കാനുള്ള തന്ത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇത്തരമൊരു ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നാണ് കരാർ രേഖകൾ. ഈ ഓഹരി വിൽപ്പനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സതീശൻ തയ്യാറാകുമോ എന്നതും പ്രസക്തമാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ച UDF സർക്കാരിനും മുഖ്യമന്ത്രി വി ഡി സതീശനുമെതിരെ അതിശക്തമായ ജനരോക്ഷം ഉയരുക തന്നെ ചെയ്യുമെന്നും രാകേഷ് കുറിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നേതാവ് സനോഫർ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി അംഗത്വം നൽകിയ RSP നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. CPM ക്രിമിനലുകൾക്ക് RSP രാഷ്ട്രീയ അഭയം നൽകുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ ആരോപിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നേതാവ് സനോഫർ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി അംഗത്വം നൽകിയ RSP നടപടിക്കെതിരെ CPM ക്രിമിനലുകൾക്ക് RSP രാഷ്ട്രീയ അഭയം നൽകുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചയാളെ RSPയിലേക്ക് സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയെ പുച്ഛിക്കുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. CPM വലിച്ചെറിഞ്ഞവരെ പേറുന്ന അഴുക്കുചാലായി RSP മാറരുതെന്നും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. RSP പിണറായിസം തങ്ങളുടെ പ്രത്യയശാസ്ത്രമാക്കുന്നത് അപഹാസ്യമാണെന്നും വിഷ്ണു സുനിൽ പറയുന്നു. നിലവിൽ RSP അനുഭവിക്കുന്ന അധികാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചോരയൊഴുക്കി സമരം ചെയ്ത് കിട്ടിയതാണെന്ന് അവർ ഓർക്കണം. CPM ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ അഭയം നൽകുന്ന നടപടി പ്രവർത്തകരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്. CPM വിട്ടുവന്നവരെ സ്വീകരിച്ചതിലൂടെ മുന്നണിയിലെ ഘടകകക്ഷിയായ RSP സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോടുള്ള യൂത്ത് കോൺഗ്രസിന്റെ കടുത്ത അതൃപ്തിയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഫിഫ ലോകകപ്പിൽ ഖാനയെ തകർത്ത് കൊളംബിയ പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെയാണ് കൊളംബിയയ്ക്ക് നേരിടേണ്ടത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ജോൺ അരിയാസിന്റെ ഗോളിലൂടെ കൊളംബിയ മുന്നിലെത്തി. ഫിഫ ലോകകപ്പിൽ ഖാനയെ തകർത്ത് എതിരില്ലാത്ത ഒരു ഗോളിന് കൊളംബിയ പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരെയാണ് കൊളംബിയയ്ക്ക് നേരിടേണ്ടത്. 14-ാം മിനിറ്റിലാണ് കൊളംബിയയുടെ വിജയ ഗോൾ. പരിക്കേറ്റ കോർഡോബയ്ക്ക് പകരം കളത്തിലിറങ്ങിയ ലൂയിസ് സുവാരസ് വലതുഭാഗത്ത് നിന്ന് നൽകിയ മികച്ചൊരു ക്രോസ് സ്വീകരിച്ചാണ് അരിയാസ് പന്ത് വലയിലെത്തിച്ചത്. കൊളംബിയയുടെ കോർഡോബയും ഖാനയുടെ സെനായയും പരിക്കിനെ തുടർന്ന് ആദ്യ 15 മിനിറ്റിനുള്ളിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ഖാന താരം ഒപ്പോഗുവിന്റെ മുന്നേറ്റം തടയുന്നതിനിടെയാണ് കോർഡോബയ്ക്ക് പരിക്കേറ്റത്. തുടർന്നാണ് കൊളംബിയയുടെ ആദ്യ ഗോളിന് വഴികാട്ടിയ ലൂയിസ് സുവാരസ് പകരക്കാരനായി എത്തിയത്. 13-ാം മിനിറ്റിൽ പരിക്കേറ്റ സെനായയ്ക്ക് പകരം സെയ്ദു ഖാനയ്ക്കായി കളത്തിലിറങ്ങി. രണ്ടാം പകുതിയിൽ ലീഡ് ഉയർത്തിയാൻ കൊളംബിയയും സമനിലയ്ക്കായി ഖാനയും കടുത്ത പോരാട്ടം നടത്തി. 57-ാം മിനിറ്റിൽ കൊളംബിയയുടെ ഡയസ് പന്ത് വലയിലെത്തിച്ചെങ്കിലും വാർ പരിശോധനയിൽ അത് ഓഫ് സൈഡാണെന്ന് കണ്ടെത്തി ഗോൾ നിഷേധിച്ചു. തൊട്ടടുത്ത മിനിറ്റുകളിൽ ഇരു ടീമുകൾക്കും മികച്ച അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും ഗോൾ കീപ്പർമാരുടെ മികച്ച പ്രകടനം സ്കോർ നിലയിൽ മാറ്റമുണ്ടാക്കിയില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സായുധ സേനയെ നവീകരിക്കാനായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച 15 ബില്യൺ പൗണ്ടിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി രാജ്യത്ത് വൻ തൊഴിൽ നഷ്ടം ഉണ്ടാക്കുമെന്ന് പഠനം. വൻ തൊഴിൽ നഷ്ടം സൃഷ്ടിക്കുന്നത് കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസന ബജറ്റ് വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം. തൊഴിൽ നഷ്ടം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് ട്രാൻസിഷൻ സെക്യൂരിറ്റി പ്രൊജക്ടിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിൽ. പുതിയ പ്രതിരോധ നിക്ഷേപം വഴി 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെങ്കിലും ഏകദേശം 20,000 തൊഴിലുകൾ മറ്റ് മേഖലകളിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാണ് ഗവേഷകരുടെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത് വഴി 60,000 പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും രാജ്യം സുരക്ഷിതമാക്കുമെന്നും സർക്കാർ. ഇംഗ്ലണ്ടിൽ ആശുപത്രി ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഇനി ആശ്വാസം. അപ്പോയിന്റ്മെന്റുകൾ, ശസ്ത്രക്രിയകൾ, പരിശോധനകൾ എന്നിവയ്ക്ക് കുറഞ്ഞത് 3 ആഴ്ച മുൻപ് അറിയിപ്പ് നൽകാൻ NHS ഇംഗ്ലണ്ട്. പുതിയ നടപടി രോഗികൾക്ക് സമയബന്ധിതമായ വിവരം ലഭിക്കാത്തതും ആശയക്കുഴപ്പം നേരിടേണ്ടി വരുന്നതുമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പുതിയ പേഷ്യന്റ് എക്സ്പീരിയൻസ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം രോഗിയുടെ റഫറൽ സ്വീകരിച്ചതായി ഉടൻ അറിയിക്കുകയും ചികിത്സയ്ക്കായുള്ള കാത്തിരിപ്പ് കാലയളവിൽ തുടർച്ചയായ വിവരങ്ങൾ നൽകുകയും ചെയ്യും. കുറ്റകൃത്യങ്ങളുടെ ഗൗരവം പരിഗണിക്കാതെ എല്ലാ വിദേശ കുറ്റവാളികളെയും ശിക്ഷാ കാലാവധി തീരുന്ന മുറയ്ക്ക് സ്വന്തം നാടുകളിലേക്ക് നാടുകടത്താനുള്ള പുതിയ പദ്ധതിയുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്.
നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നാടുകടത്തുന്നതിനായി പരിഗണിക്കാറുള്ളത് 1 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിച്ച വിദേശ കുറ്റവാളികളെ മാത്രം. എല്ലാ വിദേശ കുറ്റവാളികളെയും നാടുകടത്തലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിയമം വിപുലീകരിക്കാനാണ് ഹോം സെക്രട്ടറി ശ്രമിക്കുന്നത് എന്ന് സൂചന. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മെക്സിക്കോക്കെതിരെയുള്ള ഇംഗ്ലണ്ടിന്റെ നിർണായക മത്സരം തിങ്കളാഴ്ച. മത്സരം പ്രമാണിച്ച് പബ്ബുകൾ തിങ്കളാഴ്ച പുലർച്ചെ 5 മണി വരെ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ച് UK ഗവൺമെന്റ്. ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന മത്സരത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ടിൽ മെക്സിക്കോയുമായുള്ള നിർണായക മത്സരം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക്. കടുത്ത വിമർശനവുമായി രംഗത്തെത്തി UK പോലീസ്. ഗവൺമെന്റിന്റെ അപ്രതീക്ഷിതവും വൈകിയുള്ളതുമായ പ്രഖ്യാപനം പോലീസിംഗിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് UK പോലീസ് വക്താവ്. സമാധാന പരിപാലനത്തിനായി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുമെന്ന് കുറ്റപ്പെടുത്തിയ നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ തീരുമാനത്തെ വലിയ ആവേശത്തോടെ സ്വാഗതം ചെയ്ത് UKയിലെ പബ്, ഹോസ്പിറ്റാലിറ്റി, വ്യവസായ മേഖലകൾ. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനെതിരെ പരിഹാസവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംസ്കാര ചടങ്ങുകൾക്കായി US ഇറാന് ഒരാഴ്ചത്തെ ഇടവേള നൽകിയെന്നും ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും ട്രംപ്. ഇറാന്റെ ആത്മവിശ്വാസം US തകർത്തു എന്നും കരാറിലെത്താനായി അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപിന്റെ വാദം. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കലുഷിതമായി തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയെന്ന് റിപ്പോർട്ട്. വെള്ളിയാഴ്ച നടന്ന ഈ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇരുവരും ഉടൻ തന്നെ നേരിൽ കാണാൻ തീരുമാനിച്ചതായി സൂചന. ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തത് ഇറാൻ, ലബനൻ എന്നിവിടങ്ങളിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും വെടിനിർത്തൽ സാധ്യതകളും. അയോധ്യ രാമക്ഷേത്രത്തിന് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവന കൊള്ള വിവാദം. ക്ഷേത്രത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന ആരോപണം ശക്തമായതോടെ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട ക്ഷേത്ര സമിതി. ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവനയായി ലഭിച്ച പണം അപഹരിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയത് ഭൈരവ് സേന എന്ന സംഘടന. ചില CCTV ദൃശ്യങ്ങൾ സഹിതം സാമൂഹിക മാധ്യമങ്ങളിലും സമാന ആരോപണങ്ങൾ ഉയർന്നു എന്ന് റിപ്പോർട്ട്. അയോധ്യയിലെ ക്ഷേത്ര സംഭാവന കൊള്ളയിൽ ഉൾപ്പെട്ടവരെ പരസ്യമായി തള്ളി രംഗത്തെത്തി RSS. സംഭാവന കൊള്ളയിൽ ഉൾപ്പെട്ടവരെ RSS തള്ളിയതോടെ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ കടുപ്പിക്കുമെന്ന് ഉറപ്പായി. ആരോപണമുയർന്ന ദിവസങ്ങൾക്കകം പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തുടക്കം മുതൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് യോഗി ആദിത്യനാഥ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നടപടികളോടുള്ള യോഗിയുടെ വിയോജിപ്പ് ഈ നീക്കങ്ങളിൽ വ്യക്തമെന്ന് അഭ്യൂഹം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സെബി നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റം നടത്താൻ തനിക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ്. നടപടികളിൽ ദുരൂഹതയുണ്ടെന്ന ശക്തമായ ആരോപണം ഉന്നയിച്ച് പിണറായി വിജയൻ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ആലോചിച്ചുറപ്പിച്ച കച്ചവടം പോലെയാണ് സർക്കാർ കാണുന്നതെന്ന് പിണറായിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയാതെ പറയുന്നതെന്നും വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ശക്തമായ ആരോപണം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.